ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേഠി സ്മൃതി ഇറാനിയുടെ സ്വന്തം അമേഠി. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല, റായ്ബറേലിയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ വയനാട്ടിൽ വന്ന് മത്സരിച്ചു, അമേഠിയിൽ പരാജയപ്പെട്ടു. ആളുകളൊക്കെ പ്രതീക്ഷിച്ച് അദ്ദേഹം അമേഠിയിൽ വീണ്ടും മത്സരിക്കും എന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്? അതിനിടയ്ക്ക് ആദ്യം ഒരു വാചകം താങ്കൾ പറഞ്ഞില്ലേ, അമേഠി സ്മൃതി ഇറാനിയുടെ സ്വന്തം എന്ന്. ആ കാഴ്ചപ്പാട് തന്നെ മാറ്റണം. ഭാരതത്തിലെ ജനാധിപത്യത്തിലെ കന്യാകുമാരി തൊട്ട് കാശ്മീരം വരെയുള്ള ഒരു സ്ഥലവും ആർക്കു വേണ്ടി എഴുതി മാറ്റി വയ്ക്കപ്പെട്ടതല്ല. ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ വേണ്ടി അങ്ങനെ മാറ്റിവെക്കപ്പെട്ടതല്ല. ആരെങ്കിലും ഇത് കുടുംബത്തിൻ്റെ സീറ്റാണെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോകത്തെ പറ്റിക്കുക. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. 1989 രാജീവ് ഗാന്ധി, രാഹുലിൻ്റെ അച്ഛൻ, ഈ പറയുന്ന ഈ റായ്ബറേലിയിൽ ഇലക്ഷൻ മത്സരിച്ചു. റായ്ബറേലി ഇപ്പം നിൽക്കുന്ന റായ്ബറേലി. അന്ന് മത്സരിക്കുമ്പം അന്ന് ഈ ബോഫോഴ്സ് എല്ലാം കഴിഞ്ഞ് രാജീവിൻ്റെ പരാജയ കാലഘട്ടമാണെങ്കിൽ പോലും പാരമ്പര്യമായിട്ട് അവരുടെ സീറ്റ്, ഇന്ദിരാഗാന്ധി ജയിച്ച സീറ്റാണ്. അവിടെ ജയിക്കാൻ അന്ന് എല്ലാ സാധ്യതയുള്ള ഇലക്ഷനാണ്. അവിടെ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഫേക്ക് തട്ടിപ്പ് ഗാന്ധിമാരാ, ഒറിജിനൽ ഗാന്ധിമാരല്ല. മഹാത്മാഗാന്ധിയായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഫിറോസ് ഗാന്ധിയുടെ പിന്തുണച്ചക്കാരായതിൻ്റെ പേരിൽ ഗാന്ധി എന്ന് പേര് മാറ്റിയിട്ടിരിക്കുന്നവരാ. പക്ഷെ ഒരു ഒറിജിനൽ ഗാന്ധി അവിടെ എതിരെ മത്സരിച്ച് ആരെന്നറിയോ? രാജ്മോഹൻ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും ഭാരതത്തിലെ അറിയപ്പെടുന്ന ചിന്തകനുമായ രാജ്മോഹൻ ഗാന്ധിയാണ് ഈ റായ്ബറേലിയിൽ മത്സരിച്ചത്. ആ ഇലക്ഷന് അന്ന് മത്സരിക്കുമ്പം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 97 ബൂത്തുകൾ കോൺഗ്രസ്സുകാർ പിടിച്ചെടുത്തെന്നാണ് പറഞ്ഞ്. റിഗ്ഗിംഗ് എന്ന് പറയില്ലേ, ബൂത്ത് പിടുത്തം. അപ്പൊ എന്റെ ചോദ്യം, ഈ 97 ബൂത്ത് പിടുത്തം കൊണ്ട് ജയിക്കുള്ളൂ എന്നുള്ള തോന്നലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഇതെന്റെ കുടുംബവകയെന്ന് പറയാൻ പറ്റുമോ? അന്ന് രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ഒറിജിനൽ ഗാന്ധി തോറ്റു, രാജ്മോഹൻ ഗാന്ധി തോറ്റു, രാജീവ് ഗാന്ധി ജയിച്ചു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടും ചെയ്തു. പക്ഷെ എന്റെ ചോദ്യം, ഇതൊരു കുടുംബ തറവാട്ട് പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നത് ജനാധിപത്യ സമൂഹത്തില് സ്വീകാര്യമാണോ? അല്ല. ഇത് ലോകത്ത് അമേരിക്കയോ മറ്റൊരു രാജ്യങ്ങളോ ജനാധിപത്യം നമ്മൾ കണ്ടതാണ്. ക്ലിന്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റൺ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം പോലും കിട്ടിയില്ല. ജനാധിപത്യം അർത്ഥവത്താകുന്നത്, പൂർണ്ണമാകുന്നത് എനിക്കും അങ്ങേക്കും നമുക്ക് ആർക്കും മത്സരിക്കാം, കഴിവുണ്ടെങ്കിൽ ജയിക്കാം എന്ന് വെറുക്കുന്നിടത്താണ്. ഈ സ്മൃതി ഇറാനിയുടെ കാര്യം ചോദിച്ചു. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് അത് രാഹുൽ ഗാന്ധിയിലെ കുടുംബ സീറ്റ് അല്ലാത്തത് കൊണ്ടോ സ്മൃതി ഇറാനിക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേക അവകാശമുള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് സ്മൃതി ഇറാനി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ, വളരുന്ന ഭാരതത്തിൻ്റെ, മാറുന്ന ഭാരതത്തിൻ്റെ ഒരു യഥാർത്ഥ പ്രതീകമാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് സാമ്പത്തികമായി വളർന്നു വന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഭാരത ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉത്തരത്തിലുള്ള സ്ഥാനത്തിലേക്ക് കടക്കാം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ഈ സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനിയുടെ മുമ്പിലാണ്, അതായത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ ഓർക്കുന്നു, സമയക്കുറവിന്റെ വിശദീകരണം മാത്രം, ഡൽഹിയിലെ ഗോലക്കോ എന്ന സ്ഥലത്ത് ഏതാണ്ട് 40 വർഷം മുമ്പ് ഞാനും ആ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിട്ടുള്ളത്. അന്ന് ഡൽഹി ചെന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഫുട്പാത്തിൽ പുസ്തക കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ മകളായിട്ടാണ് ഈ സ്മൃതി ഇറാനിയുടെ വളർച്ച. അവിടെ നിന്ന് എന്തെല്ലാം കണ്ട് ജീവിതത്തിൽ അവര്. അതിനുശേഷം മാക്ഡൊണാൾഡിന്റെ ആണെന്ന് തോന്നുന്നു പാത്രം കഴുകുന്ന പണി. അത് വീട്ടിലേക്ക് അവർ വന്ന് പാത്രങ്ങളെല്ലാം കൂട്ടി കൊടുത്തുകൊണ്ട് കൊടുക്കും, അത് കഴുകി വൃത്തിയാക്കി കൊടുത്തു വിടുക.
അതിനുശേഷം ഒരു ഭട്ടാപുരാന എന്ന് പറയുന്നത് കീറി പറഞ്ഞ് പഴയ പാൻസും ടോപ്പും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് സെയിൽസ് ഗേളായിട്ട് പോയി. പിന്നീട് സീരിയൽ നടിയായി. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘടകവും കടന്നു വന്നപ്പം ജീവിത അനുഭവങ്ങളുണ്ട്. അനുഭവം തന്നെ. അതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി എന്നാന്ന് പറഞ്ഞാല് അവർ പറഞ്ഞൊരു വാചകം ഞാൻ അടുത്ത ദിവസം വായിച്ചതാ, കേട്ടതാ, ഇന്നലെ കേട്ടതാ. ആ പാത്രം കഴുകുമ്പോഴേ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ കഴുകിയ പാത്രം കണ്ടാൽ അറിയണം, അതിന് സ്മൃതി ടച്ച് ഉണ്ടാവണം. ഇത് സ്മൃതി കഴുകി വെച്ച പാത്രമാണ്. അന്നുള്ള പേര് സ്മൃതി മൽഹോത്ര എന്ന ഇറാനി, പിന്നെ കല്യാണം കഴിച്ച 3 പേരാ. ആ ഒരു തോന്നല് ചെയ്യണം, ചെയ്യേണ്ടത് പൂർണ്ണമായും ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അന്ന് ആ ഫുട്പാത്തിലെ അച്ഛൻ്റെ കൂടെ ആ പുസ്തകക്കടയല്ല, വഴിയിലിട്ട് നിരത്തിയാണ്. അവിടെ ഇരിക്കും അതിലേക്കൂടെ കടന്നു പോകുന്ന വലിയ ആളുകൾ, എസ്പെഷ്യലി ഈ ഡിഫൻസ് ഓഫീസേഴ്സിന്റെ എൻക്ലേവ് അവിടെ, പിന്നെ രാഷ്ട്രപതിയിലേക്ക് വന്ന വഴിയും ഒക്കെ അവിടെ എല്ലാവരും ഇതാണ്. കടന്നു വരെ നോക്കിയിട്ട് ജീവിതത്തിൽ മോഹം തുടങ്ങി, ലക്ഷ്യമുണ്ടായി. ലക്ഷ്യം ഉണ്ടാവുക മാത്രമല്ല, ലക്ഷ്യപ്രാപ്തിക്ക് കൃത്യമായ സങ്കല്പത്തിലൂടെ യാത്ര ആരംഭിച്ചു. ആ വ്യക്തിയാണ് നമ്മൾ പറയത്തില്ല ഈ ബോയിലർ ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയെ പോലെ സർവ അനുഭവങ്ങളുടെ ഈ സാഹചര്യത്തിൽ വളർന്നു വന്ന സ്മൃതി ഇറാനി വെല്ലുവിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇപ്പോൾ യഥാർത്ഥ ഫൈറ്റർ? സ്മൃതി ഇറാനിയാണോ രാഹുൽ ഗാന്ധിയാണോ? സംശയമുണ്ട്, സ്മൃതി ഇറാനിയാണ്. ആ ഫൈറ്ററെ തിരിച്ച് അറിയാൻ പറ്റാത്തതാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും പറ്റിയ കുഴപ്പം. 2019 ഇലക്ഷനാണ് സ്മൃതി ഇറാനിയാണ് മത്സരിക്കുന്നത്, രണ്ടാമത് മത്സരം. അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോഴ് അത് 14 ഈ പ്രിയങ്ക ഗാന്ധിയോട് പത്രക്കാരെ ചോദിക്കും. 14 സ്മൃതി ഇറാനി പത്രക്കാരെ ചോദിക്കും, പ്രിയങ്കയ്ക്ക് സ്മൃതി ഇറാനിയെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. പറയുന്ന മറുപടി എന്താണെന്നറിയോ? സ്മൃതി ഇറാനി ആരായി സ്മൃതി ഇറാനി എന്ന അഹങ്കാരത്തിന്റെ ഭാഷയല്ല പ്രിയങ്ക സംസാരിച്ചത്. നരേന്ദ്രമോദി മറുപടി കൊടുത്തു, അതെന്റെ സഹോദരിയാണെന്നാ പറഞ്ഞത്. അവിടെ നിന്ന് സ്മൃതി ഇറാനിയെ മനസ്സിലാക്കാൻ പറ്റാത്തടത്തുനിന്നാണ് 5 കൊല്ലം തോറ്റ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റിലെ മന്ത്രിയായിട്ടൊരു അവസരം കൊടുത്തു മോദിജി. രാജ്യസഭയിലെ അംഗമാക്കി. 2019 അംഗത്വത്തിൽ വന്നപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി തോക്കുമെന്നാണ്. ആ തോൽവി ഉറപ്പായ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും എല്ലാം ഉറപ്പ് വഹിച്ചുകൊണ്ട് വയനാട്ടിലോട്ട് ഓടി വന്നത്. അപ്പൊ അവിടെ കാരണം സ്മൃതി ഇറാനിയെ മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. ഇന്ന് മനസ്സിലായി, 24 മനസ്സിലായി. ഇനി അവിടെ കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന യുപിയിൽ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ 2 മണ്ഡലങ്ങളാണ് റായ്ബറേലിയും അമേഠിയും. പച്ചത്തുരുത്തുകൾ എന്നൊക്കെ പറയാവുന്ന 2 ഇടങ്ങൾ. അവിടെ യഥാർത്ഥത്തിൽ ഈ കിശോരി ലാൽ ശർമ്മയെ പോലെയുള്ള ഒരാളിന് പകരം ഈ രാഹുൽ, പ്രിയങ്ക അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരുന്നില്ലേ മത്സരിക്കേണ്ടിയിരുന്നത്? വ്യക്തിപരമായിട്ട് ഞാൻ അതുപോലും പറയില്ല, ഞാൻ അങ്ങനെ പറയില്ല. കാരണം അവിടെ പ്രിയങ്കയോ രാഹുലോ മത്സരിക്കണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. രാഹുൽ മത്സരിക്കേണ്ട കാര്യമേ ഇല്ല അമേഠിയിലും റായ്ബറേലിയിലും. കാരണം ഒരാൾക്ക് ഒരു സമയം ഒരു ഷർട്ട് ഇട്ടാൽ മതി. വയനാട്ടിൽ നിന്ന് രാഹുൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ, പരാജയപ്പെടുമെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചോദിക്കും നരേന്ദ്രമോദി, അത് വേറൊരു കാര്യം. അത് 2 സ്ഥലത്ത് മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ശേഷമാണ് നരേന്ദ്രമോദിയോ പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ മത്സരിച്ചത്. വാജ്പേയി മത്സരിച്ചിട്ടുണ്ട്, 4 സ്ഥലത്ത് വരെ മത്സരിച്ചിട്ടുണ്ട്. കർണാടക അസംബ്ലിയിൽ 2 സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. ഇവിടെ നിന്ന് മത്സരിച്ചു ജയിക്കുമെന്ന് ഉറപ്പായി വയനാടിന് വാക്കും കൊടുത്തിട്ട് അതും കഴിഞ്ഞിട്ട് റായ്ബറേലി മത്സരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല. അതിനു പകരം വളരുന്ന ഒരു പ്രതിഭയെ കോൺഗ്രസിനകത്ത് സ്മൃതി ഇറാനിയെ പോലെ വളരുന്ന ഒരു പ്രതിഭയെ സ്മൃതി ഇറാനിക്കെതിരെ കൊടുക്കുകയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് തോറ്റാ പോലും അഭിമാനപൂർവ്വം നിൽക്കായിരുന്നു. അതിനു പകരം കുടുംബത്തോടുള്ള വിധേയത്തിന്റെ പേരില് ഏതെങ്കിലും ഒരു കിഷോരി ലാലിനെയോ
അല്ലെ പണ്ട് പൊട്ടേദാറിനോട് ഇന്ദിരാഗാന്ധി നിർത്തിയതുപോലെയൊക്കെ തനിക്ക് പകരക്കാരനായി ഒരുത്തനെ വേറെ പേരിന് മാത്രം നിർത്തുക എന്ന് പറയുന്നത് അമേഠിയിലെ ജനങ്ങളോടും സ്മൃതി ഇറാനിയോടല്ല, അമേഠിയിലെ ജനങ്ങളോടും ഭാരതത്തിലെ ജനങ്ങളോടും ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണ്. സ്മൃതിക്കെതിരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, അവരുടെ കുടുംബത്തിലല്ലാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതൊരു നല്ല സകാരാത്മകമായ സ്വീകാര്യമായ തീരുമാനമാകുമായിരുന്നു. ഇതിപ്പം വെളിപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വടക്കുള്ളവർ ചിന്തിക്കുന്നത് അങ്ങനെയാവും. വയനാടും ഉറപ്പില്ല, വയനാട് ജയിക്കുന്നത്. എന്നാലും അവർ ചിന്തിക്കുന്നത് വയനാട് ഉറപ്പില്ലെന്ന് കണ്ടപ്പോൾ തിരിച്ചു ഓടി വന്നു. അമേഠി നിന്ന രക്ഷയിൽ നിന്ന് പണ്ടേ ഉറപ്പാ. അതുകൊണ്ട് റായ്ബറേലിയിൽ പോയി നിൽക്കുക. ഞാൻ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറിനോട്, റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കില്ലാത്ത എന്തുകൊണ്ടാ? ഈ രാഹുൽ ഗാന്ധിക്ക് ഇവിടുന്ന് ഓടിപ്പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്ന ആർക്കെങ്കിലും അറിയാവോ? ഈ ഭാരതം വിട്ടിട്ട് ഇടക്കിടക്ക് ഓടിപ്പോകുമല്ലോ, പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. അതെങ്ങോട്ടാണ് ആർക്കെങ്കിലും അറിയാവോ? അതുകൊണ്ട് ഒരു നിശ്ചയമില്ല ഒന്നിനും എന്നൊരു മനോഭാവമാണ്. ആ വ്യക്തിക്ക് അടുത്ത ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നല്ല ഉപദേഷ്ടാക്കളില്ലെന്ന് തോന്നുന്നു. അല്ല, ഉപദേഷ്ടാക്കൾ ഞാൻ ചോദിക്കട്ടെ, സ്മൃതി ഇറാനിക്ക് ആരോ ഉപദേഷ്ടാവ്? പിണറായി വിജയൻ ആരോ ഉപദേഷ്ടാവ്? അല്ലെങ്കിൽ ഇവിടെ പുതിയ ചെറുപ്പക്കാർ പിള്ളേർക്ക് ആർക്കോ ഉപദേഷ്ടാവ്? 55 വയസ്സുള്ള രാഹുൽ ഗാന്ധിക്ക് 48 വയസ്സ് മാത്രമുള്ള സ്മൃതി ഇറാനിയോട് മത്സരിക്കുമ്പോൾ, അതും എല്ലാ അനുഭവ സമ്പത്തും കുടുംബത്തിൽ നിന്ന് വന്ന രാഹുലിന് ഉപദേശികളുടെ ആവശ്യമുണ്ട്. ജനങ്ങളെ മനസ്സിലാക്കണം, ജനാധിപത്യത്തെ മനസ്സിലാക്കണം, രാജ്യത്തെ മനസ്സിലാക്കണം, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പം ആ ചിന്തയ്ക്കകത്ത് സ്മൃതി ഇറാനിയുടെ ലോകവീക്ഷണത്തിനപ്പുറം, ദേശീയ വീക്ഷണത്തിനപ്പുറം, ആ വീക്ഷണത്തിന് വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്കപ്പുറം പ്രയത്നം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാം. അതില്ലെങ്കിൽ അത് സ്വയം മനസ്സിലാക്കി ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ് രാഹുൽ ഗാന്ധിക്ക് തന്നോടും രാജ്യത്തോടും വരാൻ പോകുന്ന തലമുറകളോടും ചെയ്യാൻ കഴിയുന്നത്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്, രാഹുൽ ഗാന്ധി എക്സ്പോസ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ സന്ദർഭമായിരുന്നു ഭരണഘടനയുടെ കോപ്പിയുടെ തല വെച്ചിട്ട് ഇത് നരേന്ദ്രമോദി വന്നാൽ ഇത് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞത്. എന്തൊരു വിഡ്ഢിത്തം അവിടെ പറഞ്ഞത്. നുണയും ഇല്ലാവചനങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ, തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയെ അവതാളത്തിലാക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവമെങ്കിലും മാറ്റിയെങ്കിൽ രാഹുലിന് 2029 പോലും ഒരു പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന 4-ാം തീയതി നമുക്ക് തീർച്ചയായും അറിയാം. ഓക്കെ സാർ, താങ്ക് യു.